നമസ്കാരം. ഇപ്പോൾ കേന്ദ്ര ബജറ്റും റെയിൽവേ ബജറ്റും ഒരുമിച്ചാണല്ലോ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. ഇന്നലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച റെയിൽവേ ബജറ്റിൽ രാജ്യത്ത് 7 ഹൈസ്പീഡ് റെയിൽ ഇടനാഴികൾ രൂപവത്കരിക്കാൻ തീരുമാനിച്ചതായി പ്രഖ്യാപിച്ചു. ഇത് വലിയൊരു നേട്ടമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. കാരണം നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. വർഷങ്ങളോളം വളരെ പുരാതനമായ രീതിയിലുള്ള സംവിധാനങ്ങളോട് പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ റെയിൽവേക്ക് പുതിയൊരു മുഖം നൽകാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞിരുന്നു. റെയിൽവേ യാത്രയെ സംബന്ധിച്ച് എല്ലാവർക്കും, സാധാരണക്കാർക്കും അല്ലാത്തവർക്കും എല്ലാം തന്നെ സുഖകരമായ യാത്ര പ്രദാനം ചെയ്യുന്ന നിരവധി ട്രെയിൻ സർവീസുകൾ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം നടപ്പിലാക്കിയിട്ടുണ്ട്. നമുക്ക് വന്ദേ ഭാരത് ആണെങ്കിലും അതുപോലെ ഇപ്പോൾ ഇറങ്ങുന്ന അമൃത ഭാരത് എക്സ്പ്രസ് എല്ലാം തന്നെ സാധാരണക്കാർക്ക് പോലും അതിലെല്ലാം യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് അത്യാഡംബര കോച്ചുകളിൽ പോലും കാണാതെയുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ സാധാരണ കോച്ചുകളിൽ പോലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ റെയിൽവേ വികസനത്തിൽ പുതിയൊരു നാഴികക്കല്ല് കൂടിയായി മാറുകയാണ് ഈ 7 ഹൈസ്പീഡ് റെയിൽവേ ഇടനാഴികൾ. ഇവയെല്ലാം തന്നെ ഇലക്ട്രിക് ട്രെയിനുകളായിരിക്കും ഓടിക്കുക. പരിസ്ഥിതി മലിനീകരണം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള, അതേസമയം വളരെ വേഗം എത്തിച്ചേരാനുള്ള, ആളുകളുടെ ഇന്നത്തെ ഫാസ്റ്റ് ലൈഫുമായി വളരെ പൊരുത്തപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാനാണ് നരേന്ദ്രമോദി സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. കേരളത്തെ ഈ ഇടനാഴി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിനെ കേന്ദ്ര സർക്കാരിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടെ നിലവിൽ റെയിൽവേ വികസനത്തിനുള്ള സംവിധാനങ്ങൾ വളരെ പരിമിതമാണ്, കുറവാണ്. കാരണം നമ്മൾ വളരെയധികം ചെറിയൊരു സ്ഥലത്ത് കൂടുതൽ ആളുകൾ താമസിക്കുന്നൊരു സംസ്ഥാനമാണ്. അവിടെ ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കുക എന്ന് പറയുന്നത് അതിനുവേണ്ടി പ്രത്യേക പാളവും സംവിധാനങ്ങളും ഒരുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അസാധ്യമായി തന്നെ തൽക്കാലത്തേക്ക് നമുക്ക് തുടരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പലരും ഇതിനെതിരെ വിമർശന രംഗത്തെത്തിയുണ്ട്, കേരളത്തെ ഇക്കാര്യത്തിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെ. പക്ഷേ അതിൻ്റെ വാസ്തവം എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ ഹൈസ്പീഡ് ട്രെയിൻ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഈ ഹൈസ്പീഡ് റെയിൽ ഇടനാഴി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ട്രെയിൻ സർവീസാണ്. അതിവേഗതയിൽ പായുന്ന ട്രെയിനുകൾ. ഇതിനായി പ്രത്യേക പാളങ്ങളുണ്ടാകും. സാധാരണഗതിയിൽ മറ്റു ട്രെയിനുകൾ ഓടുന്ന പാളങ്ങളിലൂടെ അല്ല ഈ ട്രെയിനുകൾ സഞ്ചരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇതിനുവേണ്ടി മറ്റ് സംവിധാനങ്ങളുണ്ടാകും. ഇതെല്ലാം ഇലക്ട്രിക് ട്രെയിനുകളായിരിക്കും. ഇവിടെ ലെവൽ ക്രോസിങ്ങുകൾ ഉണ്ടാകില്ല. കൂടാതെ ഇവിടുത്തെ സിഗ്നലിംഗ് സംവിധാനം മുഴുവൻ ഏറ്റവും ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ളതായിരിക്കും. കാരണം അത്രമാത്രം വേഗത്തിലാണ് ട്രെയിനുകൾ പായുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുമുള്ള അപകട സാധ്യത ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് റെയിൽവേ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രത്യേകമായി തയ്യാറാക്കിയ പാതയിലൂടെ തന്നെയായിരിക്കും സഞ്ചരിക്കുക. ഈ പാതയിലൂടെ ഗുഡ്സ് ട്രെയിനുകൾ ഒരു കാരണവശാലും ഓടിക്കുകയില്ല. അതുപോലെ വേഗത കുറഞ്ഞ സാധാരണ ട്രെയിനുകൾ, നമ്മളൊക്കെ സഞ്ചരിക്കാറുള്ള, നിത്യേന യാത്ര ചെയ്യാറുള്ള പാസഞ്ചർ ട്രെയിനുകളൊക്കെ തന്നെ ഈ പാതയിലൂടെ ഒരു കാരണവശാലും ഓടിക്കുകയില്ല. ഇതിനായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത പാതയും പ്രത്യേക രൂപകൽപ്പന ചെയ്ത റെയിൽവേ കോച്ചുകളും തന്നെയാണ് ഈ ഹൈസ്പീഡ് ട്രെയിനുകൾക്കായി ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കരുതുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എക്സ്പ്രസ് വേകളുണ്ട്. മുംബൈ ഉൾപ്പെടെയുള്ള പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളും, മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഒക്കെ ഉണ്ട്. അവിടെ പോലും ഇപ്പോൾ ഭയങ്കരമായ രീതിയിലുള്ള യാത്രാ തിരക്കാണ് പല സമയങ്ങളിൽ അനുഭവപ്പെടാറുള്ളത്. അതിലേ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനുകൾ കയറി വളരെ പെട്ടെന്ന് തന്നെ ഉദ്ദേശിച്ചതിനേക്കാളും നേരത്തെ, അവർ പക്ഷേ ഈ എക്സ്പ്രസ് വേ കൂടെ പോകുന്നതിനേക്കാളും നേരത്തെ ഈ ട്രെയിനിൽ കയറി അവിടെ എത്താൻ കഴിയും എന്നാണ് റെയിൽവേ ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. നമുക്ക് ഏതൊക്കെ റൂട്ടുകളിലേക്കാണ് ഈ ട്രെയിനുകൾ ഇപ്പോൾ സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നും അതിനെത്ര സമയമെടുക്കുമെന്നും നേരത്തെ എത്ര സമയമാണ് എടുത്തിരുന്നത് എന്നും ഒന്ന് പരിശോധിക്കാം. മുംബൈ പൂനെ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബംഗളൂരു, ഡൽഹി വാരണാസി, വാരണാസി സിലിഗുരി. ഇപ്പോൾ നിലവിൽ ഓരോ ട്രെയിനും നേരത്തെ പറഞ്ഞ ഓരോ സ്ഥലത്ത് എത്താൻ എത്ര സമയം എടുക്കുമെന്നും ഹൈസ്പീഡ് ട്രെയിൻ വരുമ്പോൾ എത്ര സമയം മാത്രം മതി എന്നും പരിശോധിക്കാം. മുംബൈ പൂനെ ഇപ്പോൾ 3 മുതൽ 4 മണിക്കൂർ വരെ സമയമെടുക്കും. ഇനി മുതൽ 48 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം. ചെന്നൈ ബംഗളൂരു 4.5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ. പുതിയ സംവിധാനത്തിൽ വെറും 1 മണിക്കൂർ 13 മിനിറ്റ്. പൂനെ ഹൈദരാബാദ് ഇപ്പോൾ 8 മുതൽ 10 മണിക്കൂർ വരെ. ഇനി മുതൽ 1 മണിക്കൂർ 55 മിനിറ്റ് മാത്രം. ബംഗളൂരു ഹൈദരാബാദ് 8 മണിക്കൂർ മുതൽ 11 മണിക്കൂർ വരെ. ഇനി മുതൽ 2 മണിക്കൂർ കൊണ്ടെത്തും. ചെന്നൈ ഹൈദരാബാദ് നിലവിൽ 10 മുതൽ 12 മണിക്കൂർ വരെ. ഇനി മുതൽ 2 മണിക്കൂർ 55 മിനിറ്റ്. വാരണാസി സിലിഗുരി 12 മുതൽ 15 മണിക്കൂർ വരെ. ഇനി 2 മണിക്കൂർ 55 മിനിറ്റ്. ഡൽഹി വാരണാസി ഇപ്പോൾ 11 മണിക്കൂറാണ്. ഇനി മുതൽ 3 മണിക്കൂർ 50 മിനിറ്റ് സമയം കൊണ്ട് ഈ ട്രെയിൻ ലക്ഷ്യസ്ഥാനത്തെത്തും. അപ്പോൾ എത്രമാത്രം വേഗത്തിലാണ് ട്രെയിൻ കുതിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രധാനമായി ഈ ട്രെയിനുകൾ ഓടുന്ന മേഖലകൾ നമുക്ക് മനസ്സിലാക്കാം. വലിയ വ്യവസായ നഗരങ്ങൾ തന്നെയാണ്, മെട്രോ നഗരങ്ങളാണ് കൂടുതലും. അതിൽ തന്നെ വ്യാവസായികമായി ഒരുപാട് പ്രാധാന്യമുള്ള നഗരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ നഗരങ്ങളിലേക്കൊക്കെ തന്നെ വ്യവസായങ്ങൾ എത്താനും അവിടുത്തെ പുതിയ പുതിയ ജീവിത രീതി ഉണ്ടാക്കാനും വിദേശത്തു നിന്നൊക്കെ തന്നെ ധാരാളം പ്രസ്ഥാനങ്ങൾ ഇവിടെ ആരംഭിക്കാനുമൊക്കെ ഇത് ഏറെ സഹായകരമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. തെക്കേ ഇന്ത്യയിൽ ഏതായാലും ചെന്നൈ വരെ ഈ ട്രെയിൻ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം.
നമ്മളെ കേരളത്തിലുള്ളവർക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയില്ലെങ്കിലും കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഓരോ ആവശ്യത്തിന് പോകുന്നവർക്കൊക്കെ തന്നെ ഈ ട്രെയിനിൻ്റെ സംവിധാനം പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത്. നമുക്ക് ചെന്നൈയിലെത്തിയാൽ അല്ലെങ്കിൽ ബംഗളൂരുവിലെത്തിയാൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് സാധിക്കും. ഒരുപാട് മലയാളികളുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ചെന്നൈയും ഹൈദരാബാദും ബംഗളൂരുവും എല്ലാം തന്നെ. അതുകൊണ്ട് മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ മലയാളികൾക്കും ഇത് ഏറെ പ്രയോജനം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിന് ഏതായാലും ഈ ട്രെയിൻ ഉടനെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഇനിയും ഒരുപാട് കാലമെടുക്കും എന്നുള്ളത് തന്നെയാണ്. എന്നാണ് ഈ ഹൈസ്പീഡ് റെയിൽവേയുടെ നിർമ്മാണം പൂർത്തിയാക്കി ട്രെയിൻ സർവീസ് ആരംഭിക്കുക എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായും സ്ഥലമെടുപ്പ് തന്നെയാണ്. നമുക്കറിയാം, നിലവിൽ ഏത് വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണെങ്കിൽ പോലും ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്ഥലമെടുക്കാൻ ചെന്നാൽ അവിടെ വലിയതുപോലെ പ്രതിഷേധവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഇവരെ എങ്ങനെ പുനരധിവസിപ്പിക്കാമെന്നുള്ള പ്രശ്നങ്ങളുണ്ട്, ഇവർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ഒരുപാട് തടസ്സങ്ങൾ ഇതിൻ്റെ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി നടപ്പിലാക്കാൻ തന്നെയാണ് ഇപ്പോൾ മോദി സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ എല്ലാ നിലകളിലും, സാമ്പത്തികമാണെങ്കിലും പ്രതിരോധ നിലയിലും ഒക്കെ തന്നെ നമ്മൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഗതാഗത മേഖലയിലും ഏറെ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഹൈസ്പീഡ് ട്രെയിനുകൾ വരുന്നത്. ഒരു കാലത്ത് അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇന്ത്യ നിഷ്പ്രയാസം സാധിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈസ്പീഡ് ട്രെയിനുകളും സമീപഭാവിയിൽ ഇന്ത്യയിലെ റെയിൽവേ പാതകൾ കീഴടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.